ഞാൻ ജാസ് ബോളിവുഡിൽ നിന്ന് കിട്ടിയൊരു പടം നാളെ റിലീസ് ആവാൻ പോണ്. ഇന്ന് പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് വന്നതിനാണ്, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദുരന്തർ ദ റിവെഞ്ച് സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി രൺവീർ സിംഗ്, റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ആദിത്യ ധർ. ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, ദുരന്തർ ഫസ്റ്റ്, ഇപ്പതേ ദുരന്തർ ദ റിവെഞ്ച്, 3 പാടെ പുള്ളി ചെയ്തിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ദുരന്തർ ഫസ്റ്റിൽ നമ്മുടെ നായകൻ രൺവീർ സിംഗ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സ്പൈ ആയിട്ട് ചെല്ലുന്നതും പിന്നെ നടക്കുന്ന അടി ഇടി വെടിക്കെട്ടാണെന്ന് ദുരന്തർ ഫസ്റ്റ്. ദുരന്തർ ദ റിവെഞ്ചിലേക്ക് വരുമ്പോ എന്തിനാണ് നമ്മുടെ നായകൻ പാകിസ്ഥാനിലേക്ക് പോകുന്നത്, അതിനുണ്ടായ സാഹചര്യം, അങ്ങനെയുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ദുരന്തർ ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ട്രെയിലർ ഉണ്ട്, അതിന് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് മുഴുവൻ നമുക്ക് ഈ ദുരന്തർ 2-ൽ ആദിത്യ ധർ ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. രൺവീർ സിംഗിന്റെ ഒരു ആക്ഷൻ അടി ഇടി വെടിക്കെട്ടാണ് നമ്മുടെ ഈ പടം. ആക്ഷന്റെ കാര്യം എടുത്തു പറയേണ്ടത്, ചില സീൻസ് ഒക്കെ ഒരു രക്ഷയില്ല. പടത്തിൽ ഈ വില്ലന്മാരായിട്ടുള്ളത് അർജുൻ രാംപാൽ, സഞ്ജയ് ദത്തൊക്കെയാണ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഹിറ്റ്ലനാണ്. അതേപോലെ മാധവൻ അടിപൊളിയായിട്ടുണ്ട്, ഫസ്റ്റിലെ പോലെ തന്നെ. വന്ന സീനിലേക്ക് തിയേറ്ററിൽ ഒടുക്കത്തെ കൈയടിയാണ്. പടത്തിൽ എടുത്തുകൊണ്ട കാര്യം ആക്ഷൻ തന്നെയാണ്, അതേപോലെ മ്യൂസിക്കും അടിപൊളിയാണ് മ്യൂസിക്. പിന്നെ ഇന്ത്യക്കാരുടെ ഇതിൽ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് പടത്തിലുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ വന്ന് നടത്തിയേക്കുന്ന ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്സിന് നേതൃത്വം നൽകിയവരേക്കാം, മീൻസ് അതിന്റെ ഹെഡിലേക്ക തേടി പിടിച്ച് രൺവീർ സിംഗിന്റെ കഥാപാത്രം എന്ത് ചെയ്യുമെന്നുള്ളത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരപ്പ ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ ആക്ഷൻ പടമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദുരന്തർ ഫസ്റ്റ് നിങ്ങൾ കണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തു ധൈര്യത്തോടെ പോയി കണ്ടോ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കിഡ്ലോസ്കി പടം, ഹംസ അലി മസാരി പൊളിച്ചി.